ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കിട്ടുന്നൊരു ഓറഞ്ച് കളർ മീൻകറി ഇല്ലേ, അപ്പോൾ ആ മീൻകറി അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളിത് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം മീൻകറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയും ചേർക്കുക. അപ്പോൾ ഒത്തിരി ചെറുതായിട്ട് ഇത് അരിയണ്ട കേട്ടോ, നമ്മളിതെല്ലാം കൂടെയും കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് ഒരു 6-7 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനാവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടി ചേർക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായിട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഈ അളവിലാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലുള്ള ടേബിൾ സ്പൂണിലുള്ള പൊടികളൊക്കെ ചേർത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത്. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്താലും മതിയാവും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോളം കേരമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്തിന് നമ്മുടെ ആദ്യത്തെ അരപ്പ് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം അരച്ച് വരുമ്പോൾ ഇതുപോലൊരു ഓറഞ്ച് കളറിലുള്ള ഗ്രേവി നമുക്ക് കിട്ടും. നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ആട്ടോ കുറച്ചുകൂടെ നല്ലത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകോടെയും നടുവ് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1, 2, 3 മുളക് ചേർത്താലും മതിയാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറാട്ടോ. അപ്പോൾ മീൻ കറിക്കും അതേ കളർ തന്നെ വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത്. അതപ്പോൾ വെള്ളത്തിൽ കുതിർത്താൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഡയറക്റ്റായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 3 പീസോളം പുളിയും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ടീസ്പൂണിന് 2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുന്നവരെ ഒരു 2-3 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ പീസസ് ആയിട്ട് മുറിച്ച് കിട്ടുന്ന മീനായിട്ട് ഇതിന് സാധാരണ യൂസ് ചെയ്യാറ്. അല്ലാത്ത ചെറിയ മീൻ ഇതിന് സ്യൂട്ടാവും തോന്നുന്നില്ല. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മീനിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് തവി വെച്ച് ഇളക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ ഈ മീനിൻ്റെ പീസസൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതും കൂടെ എല്ലാ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വേവിക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ടൈം മീൻകറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും.